ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഒരു കപ്പയും ബീഫും വെച്ചിട്ടുള്ളൊരു ബിരിയാണിയാണ്. കപ്പ ബിരിയാണിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. ഞാൻ ഒരു ചരുവത്തിൽ കപ്പ എടുത്തിട്ടുണ്ട്. കപ്പ നമുക്ക് ഇത്തിരി ഉപ്പും വെള്ളം ഒഴിച്ചിട്ടൊന്ന് പകുതി വേഗാകണവരൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. അധികം വെള്ളം ഒഴിക്കില്ല, പെട്ടെന്ന് വേഗണ കപ്പയായത് കൊണ്ടിട്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ഉപ്പിട്ടിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടി. ഞാനിവിടെ ഒരു 3/4 കിലോ ഇറച്ചി എടുത്തിട്ടുണ്ട്. 3/4 കൂടുതലുണ്ട്. അത് നമുക്കതൊന്ന് മസാലയൊക്കെ ആക്കിയിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിനകത്തേക്ക് ഞാൻ ഇവിടെ എടുത്തേക്കുന്ന സവാള അല്ല, ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ്. അതും ഇഞ്ചി വെളുത്തുള്ളി കൂടെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്, ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിച്ചത്, കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് ഇങ്ങനെ ഒന്ന് വെക്കാം. ഇനി ഇതിനകത്തേക്ക് ഞാനൊരു തക്കാളി നിർബന്ധമില്ല, ഇടണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഇപ്പോൾ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി, മല്ലിച്ചീര, നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. കത്തിച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 3 വിസിൽ വന്നാൽ മതി ഈ കുക്കറിനകത്ത്. നമുക്ക് അതുവരെയൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ബീഫെല്ലാം വെന്തിട്ടുണ്ട്. നമുക്ക് വേവിച്ച കപ്പയും കൂടെ ആയിട്ട് മിക്സ് ചെയ്യാം. നമ്മുടെ ബീഫ് വേവിച്ചത് കപ്പയിലോട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്നുകൂടെ പറ്റും. ഇവിടെ കിടന്ന് നേരിയ തീയിൽ കിടന്ന് തന്നിട്ട് അപ്പോഴേക്കും നമുക്കിതൊന്ന് താളിച്ചെടുക്കാം. ഇതൊന്ന് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ കുറച്ച് RKG ആണ് ഒഴിക്കുന്നത്. അതിനകത്തേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവന്ന് ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് കപ്പയുടെ മിശ്രിതത്തിലോട്ട് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് തണുത്ത് കഴിയുമ്പോൾ തന്നെ ഒന്നുകൂടെ ഡ്രൈ ആയി വരും. നമ്മുടെ കപ്പ ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഇത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ലാസ്റ്റ് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കിത് നമ്മുടെ സെർവിങ് ബൗളിലോട്ട് വിളമ്പാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം കേട്ടോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
അടുത്ത വീഡിയോയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.